Hello guys, welcome back to my YouTube channel. ഇവനെ കണ്ട് പരിചയമുള്ളവർ എനിക്ക് DM ചെയ്യുക. സോ ഹേ ഗായ്സ്, അപ്പം നമ്മൾ കുറേ ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമല്ല കുറേ കാലമായി. കുറേ ദിവസം പോലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ പുറത്തിറങ്ങിയാലും ഞാനാ കാണാൻ ലുക്ക്, ഇവളാ കാണാൻ ലുക്ക്, ഞാനല്ലേ ആണ് നിങ്ങൾ പറയും. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ അമ്മു? അപ്പം ഇത്ര കാലം വീഡിയോസ് ആയിട്ട് വരായിരുന്നു നീ? ഇവനാണ് യൂട്യൂബ് നോക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഒന്നും നോക്കുന്നില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായി പോയി. ഒരു തിരക്കുമില്ല, വെറുതെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നടക്കാം, അതാണ് അവന്റെ തിരക്ക്. വെറുതെ പറയാം, വെറുതെ പറയാനല്ല, അത് എന്നെയാണ്. അങ്ങനെയൊന്നല്ല, ആണ് ആണ് ആണ്. അല്ല അല്ല അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിലാക്കി. എന്നിട്ട് പോളും ചെയ്യണില്ല, ഞാനും ചെയ്യണില്ല. ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. പേയ്മെന്റ് ഡീറ്റെയിൽസ് കണ്ടിട്ടാ നീ? പേയ്മെന്റ് ഡീറ്റെയിൽസ് മാത്രമല്ലല്ലോ, എന്ത് ഡെയിലി ഇടുന്നോണ്ടാ പേയ്മെന്റ് കയറുന്നത്. വേണ്ടതൊന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ പുണ്യല്ല. എന്താ ചെയ്യേണ്ടത്? ഒഴിവാക്കിക്കോ. എനിക്ക് പറ്റിയ വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പറയാം. ഓക്കെ, എനിക്ക് എവിടെ പെണ്ണിട്ടാണ് കിട്ടൂലേ? പിന്നെ എനിക്കെന്തോ ഇപ്പം ബുദ്ധി വേണ്ടേ? എന്താ എനിക്ക് ബുദ്ധിയില്ലാന്ന് ഈ പറഞ്ഞേ? എൻ്റെ തലയിൽ ആകെ ബുദ്ധിയാ ഗൈസ്. ഇവള് പറഞ്ഞ പോലല്ല, ഇവൾക്കാണ് ബുദ്ധിയില്ലാത്ത, ഇവൾക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തൊപ്പി മമ്മ ഇതൊക്കെ അറിഞ്ഞില്ലേ, ഇഷ്യൂസൊക്കെ അറിഞ്ഞില്ലേ? അപ്പോൾ അതിൽ അങ്ങക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഞാൻ അത് കാണാറില്ല, നോക്കാറില്ല. അപ്പോൾ പറയില്ലേ. അപ്പോൾ നമ്മളപ്പം ഇന്ന് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. വശിഷ്ഠ്, പിന്നെ അമീൻ, വാസി, പിന്നെ മുബീൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു എടുക്കലൊക്കെ ഇങ്ങനെ പോവുകയാണ് അല്ലേ? എടുക്കാന്നൊന്നുമില്ല, കേട്ടില്ലേ? ഇനി ഇങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് തരാം അല്ല അമ്മു? എന്താ പോരെ മുഖം ചുളിക്കണ്ടേ? അമീൻ നാലകത്ത്. നമ്മള് കടപ്പള്ളി, കലൂര്. അതിപ്പോ കൊച്ചിയിലാണ്. കൊച്ചിയിലപ്പോ നമുക്ക് ഒരാളെ കാണാണ്ട്, അപ്പോ അതിന് വേണ്ടി പോവാ. പിന്നെ എല്ലാരും സുഖല്ലേ? ഒറ്റക്കല്ലല്ലോ. നോക്ക, നമുക്ക് ഇവിടെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ചോറ്റും പാത്രം പോലെ ഒരു പാത്രം കിട്ടാം. നോക്കട്ടെ, സൗണ്ടിലാക്കല്ലേ? കാണിക്കാം, വേണം. ഇത് ഓളുടെ ഒരു പെട്ടിയാണ്, ചോറ്റും പാത്രമാണ്. ചോറ്റും പാത്രത്തിൽ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇത് ചോറ്റും പാത്രത്തില് ഇത് സ്റ്റെപ്പ് 2 വോളിയം, സ്റ്റെപ്പ് 1 ലെങ്ത്, മാർസ്. പിന്നെ ഇതുണ്ട്, പിന്നെ ലിപ് ലൈനർ, ലിപ് ബാം അല്ല, പിന്നത് ലിപ് ഗ്ലോസ്, പിന്നെ എന്താ ഇങ്ങനെ പിന്നെ ഇതെന്തോ ആണ്, ഇതുണ്ടോ? ഇതുണ്ട് ഹൈലൈറ്റർ. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഫേസ് പൗഡർ ഉണ്ട് കേട്ടോ, ഫേസ് പൗഡർ. ഇതെന്താ? ഇതെന്താ സാധനം? ലിപ് ടിന്റ്.
വേറെ എന്തൊക്കെയോ ഉണ്ട്, വേറെ അതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ കുറേ പെൻസിൽ പോലെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ കണ്ണിൽ ഇങ്ങനെ 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 അല്ല കുരുക്കത്തുമ്പോൾ ഇങ്ങനെ 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 ചെയ്യണേ. അത് പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത് എന്താ വെച്ചോട്ടെ. അടുത്ത് ഒരു കുപ്പി വെള്ളം, പിന്നെ ഷാമ്പു, ഒരു റുപ്യൻ്റെ ഷാമ്പു, പിന്നെ പിന്നെ നമ്മളെ ഇത് എന്ത് ട്രൈപോഡ്, പിന്നെ വെറ്റ് വൈപ്സ്, പിന്നെ വയസ്സായാലും അതിന് പ്രശ്നമുണ്ട്. പിന്നെ കണ്ടീഷണർ ഉണ്ട്. അല്ലേ അല്ല, ബോഡി ലോഷൻ. പിന്നെ ഇത് ഒരു എന്താ പറയുക, റെന പറഞ്ഞ പോലത്തെ എയർപോർട്സ് അല്ലേ, ഇയർപോർട്സ് അല്ല, ഹെഡ്ഫോൺസ്. സോറി ഗൈസ്. പിന്നെ ഇതിൻ്റെ ചാർജർ, എൻ്റെ ചാർജർ. പിന്നെ ഒരു വൈപ്സ് കഴിഞ്ഞു ഗൈസ്. പിന്നെ ഒരു പവർ ബാങ്ക്, അമ്മേൻ്റെ പവർ ബാങ്ക് ചാമ്പ്യൻ എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ചോറ്റും പാത്രമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാം. ചോറ്റും പാത്രം തന്നെ, ഞങ്ങളൊക്കെ അതിൽ തന്നെ ചോറുണ്ടായിരുന്നു സ്കൂളിലൊക്കെ. ഒരു 5ാം ക്ലാസ് വരെ സ്റ്റീലായിരുന്നു, പിന്നെ പ്ലാസ്റ്റിക്. സ്റ്റീൽ വാങ്ങാനില്ല എനിക്ക്. പിന്നെ അങ്ങനെയൊക്കെയാണ്.